ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് സന്ദേശങ്ങളുടെ ഒരു ബഹളമാണ്. നമുക്ക് മറ്റു മത്സരങ്ങൾ നടത്തുന്നത് പോലെ ഈ സന്ദേശ മത്സരങ്ങൾ വേണമെങ്കിൽ നമുക്ക് നടത്താം. എൻജോയ്സത്തിൽ ക്രിസ്മസിന് സന്ദേശമൊന്നുമില്ല. ജീവിതം സന്ദേശമാക്കിയ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. റവറൻഡ് എസ് സിംഗരായൻ. ആള് സേലത്തെ മുൻ ബിഷപ്പാണ്. ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ കരിപ്പൂർ വേളാങ്കണ്ണി മാതാ പള്ളിയിലെ കൊച്ചച്ഛനാണ്. 78 വൈദികനാവുന്നു, 2000 ബിഷപ്പാവുന്നു. 20 വർഷത്തിന് ശേഷം ചെറിയ ചില ആരോഗ്യ കാരണങ്ങളുടെ പേരിൽ റിസൈൻ ചെയ്യുന്നു. എല്ലാ അധികാരത്തിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും. ബിഷപ്പായിരുന്നപ്പോഴും യാത്ര ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് ട്രെയിനിലും സൈക്കിളിലും ബസ്സിലും ഒക്കെയാണ്. സ്വന്തം സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ സൂപ്പർ മാർക്കറ്റിൽ തനിയെ പോയി ഷോപ്പിംഗ് നടത്തും. കൺവെൻഷനുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കസേരകൾ സ്വയം അറേഞ്ച് ചെയ്ത് അവിടെ നിൽക്കും. നാട്ടുകാരുടെ കൂടെയുള്ള ഈവനിങ് വാക്ക്. ഇതെല്ലാം കണ്ടു കഴിയുമ്പം സഹവൈദികർ പോലും, കീഴിൽ ജോലി ചെയ്തിരുന്ന വൈദികർ പോലും പറയും, ദേ ഒരു ബിഷപ്പ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ബിഷപ്പ് വൈദികരോട് പറഞ്ഞിരുന്നൊരു മറുപടിയുണ്ട്, നിങ്ങൾക്കില്ലാത്ത ഒരു സൗകര്യവും എനിക്ക് വേണ്ട. ഇതൊന്നുമല്ല, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെയുണ്ട്. ഒന്ന്, ഈ 20 വർഷം അധികാരത്തിൻ്റെ സുഖമറിഞ്ഞ ആരെങ്കിലും എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ തയ്യാറാവും. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് അത് കിട്ടാത്തവന് ഒരാശ്വാസത്തിന് വേണ്ടി പറയാം. പക്ഷെ കിട്ടിയ മുന്തിരി കുറേ നാളുകൾ നുണഞ്ഞു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ ഏതെങ്കിലും മുന്തിരി തീറ്റക്കാരന് സാധിക്കൂ? 2, താൻ രാജാവായിരുന്ന സ്ഥലത്തെ പ്രജയാവാനുള്ള ധൈര്യം ആർക്കുണ്ടാവും? അങ്ങനെ ഒരാൾ ചെയ്യണമെങ്കിൽ അയാളുടെ ഈഗോ, എല്ലാ അഹംബോധവും ഒരു ചാക്കിൽ കെട്ടി അറബിക്കടലിൽ കൊണ്ട് എറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രജയായിട്ടിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. താൻ ബിഷപ്പായിരുന്ന സ്ഥലത്ത് വീണ്ടും അതേ രൂപതയിൽ ഒരു അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്യുക. പുൽക്കൂട്ടിൽ പിറന്നവൻ്റെ ഉത്സവത്തിൽ പുൽക്കൂട്ടിൽ ജീവിക്കുന്നയാളുടെ ജീവിത സന്ദേശമാണെന്ന് റവറൻ സിംഗരായന് ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം. I am glad to wish all the members and the viewers of the channel Enjoyism, especially during this Christmas season. I remember the days when I was doing my final year in my high school back in 1969. Around that, during the holiday, one day my mother was talking to me about my future. Which college do you like to go, or what studies you would like to do after your 11th standard? Then, of course, like any other ambitious student, I was also mentioning a few famous colleges at that time where I could join and do my degree studies. Then one evening, my mother and myself, we were walking from the church to our house, which is 2 kilometers away in my village. She told me a very beautiful and very, very disturbing and thought-provoking sentence. She said this: if you take up any studies in the college, later on you and your family will be happy. If you come forward to dedicate your life to priesthood, there will be many families who will be happy. I don't know why this sentence made me to think again and again. And after 2 weeks of serious thought given to this single sentence of my mother, I, with the consent of my mother, went to the parish priest and said, I am willing to join the seminary and become a priest in order to do whatever service that I can do to our diocese, our people, and to the world at large. That's the beginning of the story of my vocation, and that to do something for the poor, for the people, went on in my life. Dear friends, when I relinquished my office as by the Bishops of Salem in 2020 March,
Many ask me the question, why did you quit, or what made you to opt for a voluntary retirement from the office of the bishop? My dear friends, it is my health reason. I am having a lot of health complications for which the doctors told me you have to reduce your work by 2/3 and you will not be able to do or continue doing as you did before in the last 19 and plus years. So therefore I said, if I have to reduce my work only to 1/3, then it will be an injustice I will be doing for the good of my diocese. Therefore I said, let someone else who is able to do better do the work, and that I choose to do some little pastoral work after my laying down of the office as the bishop. Now many are also wondering, after retirement, why do you go and take rest? Instead, you opted to be an assistant parish priest in a small village called Karupur, which comes under the Suramangalam parish, working along with the parish priest and looking after the pastoral care. My dear friends, what inspired me from the time I became a priest, and very much from the time I became the Bishop of Salem back in the year 2000, is the beautiful text of St. Paul in the letter to the Philippians, chapter 2, verse 6. Though Jesus was in the form of God, he did not think to cling to it, but he emptied himself, became a servant, and even laid down his life. My dear friends, any office in the church is a service, and this I took seriously, and I wanted to be, and I tried to be a servant both in my mindset and also in my approaches and also in my activities. Ecclesiastical office, be it the office of the parish priest or bishop or cardinal, whatever, is not an office to cling to and to enjoy the favors, etc., but it is an opportunity given to be at the service of the people. I tried it to my little extent, whatever was possible, and I think I am happy for doing so, being at low profile and being with the people, in touch with the people all the time, whether in their homes, wherever they are working, because that is the role of a servant. Not that you sit in the center and ask people to come to you, but as Pope Francis nowadays is saying very much, but you go out into the peripheries where the people are. That's what I try to live and practice in my own little way, and I am happy for doing it. And after relieving my ecclesiastical office, again being with a small Christian community here and working with them, working with the children, working with people around, I am very happy about it, that I can be a little servant to them all. Some have asked me also, after your retirement, you no more wear the mitre and the crosier, etc. What happened to all that? My dear friends, except for the liturgical prescriptions where a bishop should wear a mitre, etc., I have never considered the what we call the signs of the office of the bishop as something very, very important and constitutive. You know, when you have finished a work or an office or a service and you move on to another, for some it could be difficult, because if it is stepping down or going from a little higher level to the lower level, but all along my life I have enjoyed that freedom. You know, for example, we used to conduct a lot of charismatic conventions and meetings, and as a priest and later even as a bishop,
I'll be the first one to go and arrange the chairs and clean up the place and all that. Because when you have the mindset of a servant, whether a high or low, important work or least important, that doesn't matter at all. To be at the background, to be unnoticed, but doing something useful to the people around you. ഇലക്ഷൻ പ്രചാരണമൊക്കെ നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു സ്വയം ന്യായീകരണമാണ്. എന്തിന് സ്ഥാനാർത്ഥിയാവുന്നു, മന്ത്രിയാവുന്നു, MLA ആവുന്നു, അധികാരിയാവുന്നു? ഒറ്റ സെൻറ്റൻസാണ് പറയുന്നത്, എനിക്ക് നാടിനെ സേവിക്കണം. അതിൻ്റെ യഥാർത്ഥ അർത്ഥം അതല്ല, എനിക്കൊരു സ്ഥാനം വേണം. അത് തന്നെയാണ്. ഈ അടിസ്ഥാന വർഗത്തെ സേവിക്കാൻ വേണ്ടി ആകാശത്തിരിക്കേണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2 വ്യക്തികളെ നോക്കിയാൽ മതി. ഒന്നാമത്തെ ആൾ ക്രിസ്തുവാണ്, രണ്ടാമത്തെ ആൾ ഈ ബിഷപ്പ് സിംഗരായൻ തന്നെയാണ്. നമുക്ക് ഈ പ്രോട്ടോക്കോളിനുമൊക്കെ അപ്പുറത്തേക്ക് ജീവിക്കാൻ പഠിക്കണ്ടേ? അത് ആവശ്യമാണെങ്കിൽ പോലും അതെല്ലായിടത്തും ആവശ്യമല്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണ്ടേ? ഇദ്ദേഹം ബിഷപ്പായിരിക്കുന്ന സമയത്തും പ്രത്യേകിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സെക്രട്ടറി ഇല്ല, ആർക്കും ഫോൺ ചെയ്യാം. കാണാൻ വരുന്ന ആളുകളെ താഴേക്ക് ഇറങ്ങി വന്ന് കാണും. ഈ പ്രൊഫൈലിൽ ജീവിക്കുന്നവരും പ്രൊഫൈലിനപ്പുറം ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. പ്രൊഫൈലിൽ ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ വേണം. ആ സ്ഥാനങ്ങളില്ലെങ്കിൽ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കാൻ വേറെ യാതൊരു മാർഗവുമില്ല. പ്രൊഫൈൽ വേണ്ടെന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അതുക്കും മേലെ വളരണം. സിംഹക്കുട്ടിയായി. അതാണ് സിംഹരാജൻ അല്ലെങ്കിൽ സിംഗരായൻ എന്നൊരു വ്യക്തി. Very often in today's context of power and politics and so on, we are asking ourselves how to be a leader like Jesus Christ. My dear friends, the very word leader, Jesus did not like very much. That's why immediately he turned it into servanthood. That means you are there to serve, as Son of Man did not come to be served, but he came in order to serve people. So once we get into that mindset, we are able to see Jesus. Jesus did not, in all along his 3 years of public life, though at times he was crowded by people, surrounded by some dignitaries and all that, but he always had that sense of being at the service of. Then we don't have that big problem of I am leader, I should have much of protocols, etc. True, protocols are needed, especially when you are to carry out certain things in a very official way, but we should be able to move out in non-protocol way, move with the people, be with them, because that's how Jesus did. He was so free to move with women, so free to move with children. That's the style of Jesus' leadership, I think. Dear friends, what is spirituality? Very often when we say this person is very spiritual, we immediately attach he is spending long hours in prayer, long days in meditation or contemplation, therefore he is spiritual. True, all of them are useful. But basically, what is spirituality? Again, I quote the letter of Paul to Philippians, chapter 2, verse 5, which says, "Let the same mindset that was in Jesus Christ be in you also." And my dear friends, what was the mindset that was in Jesus Christ? That he is a true Son of God, but at the same time servant of all. And therefore, to think like Jesus, to act like Jesus, to be like Jesus, to do like Jesus is our spirituality. Secondly, I would also insist today an experiential spirituality, which is today very much needed. We have a lot of spiritual practices which we go through, prayers, good works, penance, etc. They are all good, but today we need to insist a little more on the experiential dimension. That means the relationship between you and God
though it is performed through a lot of activities, so what we call spiritual exercises, that personal relationship that I experience, the closeness of the Lord, where the Lord and I and the Lord together in communion, that type of experiential spirituality is so important. I'd like to greet you all as we approach Christmas. Dear friends, should we or shall we celebrate Christmas this year in spite of the corona pandemic? I'd like to narrate a little incident that took place a few days ago in my little church compound. In my little village of Karupur, the youth and children were preparing to make the crib, etc. And one boy who is studying in the 9th class walked in and he began to shout, "Stop all this. We don't need Christmas this year. We don't make crib this year." Others asked him, "Why? What happened to you?" He said, "Everywhere there is corona and we have to all put on masks and I cannot go to the school. Why to celebrate Christmas?" Then I went there and I called the boy and I asked him, "Why do you say so?" Again he repeated the same thing. I just called him to my table in my room and I showed him a Christmas card. He was going through all the Christmas cards that I have received these days. And when he opened one of those cards, then it started making a little music. You know that some Christmas cards, when you open, it makes the jingle bell music. And it just opened it and it started jingle bells. And he was, "Father, the music is coming." He said, "Yes." Then he closed it. I said he closed. Then again opened. Then there was music again. So the boy was asking me, "Where is the music coming from?" I said, "Look into the card and see where it comes from." So he was going through the card and spotted the little battery that was set in, which is producing music whenever you open the card. Then he just closed the card and he came to me, "Father, we'll celebrate Christmas this year." I said, "Why, man? A while ago you said we don't want Christmas because of all this." "No, Father. A card can make a music. That means God can make wonderful things in spite of all difficulties." Christmas is that little battery, that little incident, that little celebration which can give life and vibration to all of us. Christmas for us means God is still alive, He is concerned about us, and He can make beautiful things in our life if only we are with Him and we are together celebrating in spirit. I wish every one of you a blessed Christmas and a joyous and happy New Year 2022. God bless all of you. ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള മറ്റൊരു ബിഷപ്പുണ്ട്. അത് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളിലെ ബിഷപ്പാണ്. തൻ്റെ വസ്തുക്കൾ മോഷ്ടിച്ചവനെ പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് തെളിവെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇത് ഞാൻ അവന് കൊടുത്തു വിട്ടതാണ് എന്നും പറഞ്ഞ് അവൻ്റെ ജീവിതം തിരിച്ചുപിടിച്ച ഒരു ബിഷപ്പ്. രണ്ടാമത് ഒരു സിംഗരായനുമുണ്ട്. ഇങ്ങനെയുള്ള ചില വ്യക്തികൾ അധികാരത്തിലും നേതാക്കന്മാരായിട്ട് സമൂഹത്തിലുള്ളത് ഈ തലമുറയ്ക്ക് പോലും ഒരു അനുഗ്രഹമാണ്, വഴികാട്ടിയാണ്. ഇവരൊക്കെയാണ് ശരിക്കും റിയൽ സാന്റാക്ലോസ് എന്ന് പോലും വിളിക്കേണ്ടത്. വേഷം കിട്ടിയ ക്രിസ്മസ് അപ്പൂപ്പന്മാർ എല്ലാ വർഷവും ക്രിസ്മസിന് മാത്രമേ വരുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള സിംഗരായനെ പോലെയുള്ള ചില ക്രിസ്മസ് അപ്പൂപ്പന്മാർ അവരെല്ലാ ദിവസവും ചില ഓർമ്മപ്പെടുത്തലുകളുമായി നമ്മുടെ മുമ്പിലുണ്ടാവും. കാലിത്തൊഴുത്ത് ഒരു സ്ഥലമാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ടാണ് നമുക്ക് ഈ പുൽക്കൂടുകൾ മത്സരങ്ങളാവുന്നതും അതിന് സമ്മാനങ്ങൾ നിശ്ചയിക്കപ്പെടുന്നതും. ഏറ്റവും നല്ല പുൽക്കൂടിനുള്ള സമ്മാനം കിട്ടിയത് യഥാർത്ഥ ദാരിദ്ര്യം കാണിച്ച പുൽക്കൂടാണോ യഥാർത്ഥ സമ്പന്നത കാണിച്ച പുൽക്കൂടായിരിക്കുമോ? അതും സിംഗരായൻ്റെ ചിന്തയോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ്. ഒരു പുൽക്കൂടും ഒരു സ്ഥലമല്ല, അതൊരു മനോഭാവമാണ്, പ്രവൃത്തിയാണ്. ആ പുൽക്കൂടിന് മുമ്പുള്ള
പുൽക്കൂടിന് മുമ്പിൽ നിന്ന് പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ പാഠവും. ഇത്ര ചെറുതാവാൻ എത്ര വളരണം.